എവിടേക്കാ? അണ്ണൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എവിടത്തെ അണ്ണൻ? ആരുടെ അണ്ണൻ? വരാൻ പറഞ്ഞ വന്നോണം. ഏയ്, ശല്യം ചെയ്യാതെ പോടാ. വന്നില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകും. എന്നാ കൊണ്ടുപോയിക്കോ. അവൻ അടിക്കരുതെന്ന് അണ്ണൻ പറഞ്ഞല്ലേ? ആട്ടിക്കൊണ്ടത് അവനല്ല, നമുക്കാ. മോനെ 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 പ്രശ്നം ഉണ്ടാക്കല്ലേ. നിന്നെ സോമരാജ് സാറാ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അയാൾ സോമരാജാവാണെങ്കിലും മഹാരാജാവാണെങ്കിലും എന്നെ കാണണമെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരണം. ഏയ്, നിന്റെ നാക്ക് പൊങ്ങിയ എന്റെ കൈയാവും പൊങ്ങുക. മര്യാദക്ക് പോകുന്ന നല്ലത്. എവിടെ പോയി കിടക്കോ മാര് തെണ്ടികള്? എവിടെ എവിടെ വന്നില്ലണ്ണ. എന്താ വരാഞ്ഞത്? വിളിച്ചപ്പോ പറയുക വരില്ല എന്ന്. ഞാനാ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടാ വരാഞ്ഞത്. ഞാൻ സോമരാജൻ വിളിച്ചെന്ന് തന്നെയാണോ പറഞ്ഞത്? അതെ, അതാ കുഴപ്പമായത്. അതെന്താ? നിന്നെ സോമരാജൻ വിളിക്കുന്നു പറഞ്ഞപ്പോ സോമരാജായാലും എനിക്കെന്താ, മഹാരാജാവായാലും എനിക്കെന്താ, അവനെ കാണണമെങ്കിൽ ആരായാലും അങ്ങോട്ട് ഇല്ലണോന്ന്. അവൻ എങ്ങോട്ടും വരില്ല എന്ന് നാണം കെട്ടണ്ണ. അവൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? സെയിം ഡയലോഗാ അവനും പറഞ്ഞത്. അപ്പൊ ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലണമെന്നാണോ? ഹീസ് ഓൺ ദ വേ. അവൻ വരുന്നുണ്ട് മോളെ, അതാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. വരില്ലണ്ണ, ഞാൻ തന്നെ വരാം. വാ. കുറച്ചു മുമ്പേയല്ലേ തുടച്ചത്? ഏയ്, എന്റെ ബൈക്ക് ഞാൻ തുടയ്ക്കുന്നു. അതിന് തനിക്കെന്താ? ബണ്ണി എന്ന് പറയുന്നത് നീയാണോ? അതെ. എന്താ വേണ്ടേ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ചും ശരിക്കറിയില്ല. നിന്നെ കുറിച്ച് എന്താണ് ഇത്ര അറിയാൻ? നിങ്ങളെ കുറിച്ച് ഇത്ര അറിയാൻ എന്താ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്കും അതാ പറയാനുള്ളത്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എനിക്ക് നിങ്ങളോട് അത് തന്നെ പറയാനുള്ളത്. ശരി, ഞാൻ കാര്യം പറയാം. എന്റെ മോള് നിന്നെ കൊണ്ടെല്ലാം പറഞ്ഞു. അത്രേ ഉള്ളൂ. അതിനീ മസിലി കൊടുത്തൊക്കെ എന്തിനാ? വരാന്ന് ചെന്ന് പറഞ്ഞേക്ക്. വരാന്ന് ചെന്ന് പറയുന്നത് എന്തിനാ? എന്റെ കൂടെ അങ്ങ് വന്നാ പോരെ? ഇപ്പോ പോസ്റ്റ്മാൻ ആണെന്ന് വിചാരിച്ചോ, അയാളുടെ പണി എന്താ? കൊടുത്ത കത്തം കൊണ്ടുപോവുക, വരുന്ന കത്ത് നമുക്ക് തരിക. അതുപോലെ ഒരു മീഡിയേറ്ററായി വന്നുകൊണ്ട്. ഞാൻ മീഡിയേറ്റർ ഒന്നും അല്ല. പിന്നെ സോമരാജ ഇത്. ആരായാലും എനിക്ക് പുല്ല, വെറും പുല്ലാന്ന്. എല്ലാരും കൂടെ മാറിയേക്ക്. ഇതിനെ കൂടെ എടുത്തിട്ട് പോടാ. വളച്ചു കെട്ടുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പറയാം. നീ എന്റെ മോളെ പ്രേമിച്ചെന്തിനാ? വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങളുടെ മോൾ എന്നെയാ പ്രേമിച്ചത്. ഞാൻ നിങ്ങളുടെ മോളെ പ്രേമിച്ചിട്ട് പ്രേമിക്കരുത്. അതുകൊണ്ടല്ലേ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. മോനെ, നീ വന്നില്ലെങ്കിൽ അവൾ ഒന്നും കഴിക്കില്ലെന്നാ പറയുന്നേ. അവള് വിശന്നിരുന്നാ എനിക്കത് സഹിക്കില്ല. ഒത്തിരി നാൾ കൂടി അവളെന്നോട് സംസാരിച്ചത്. ഒന്ന് അവിടം വരെ വന്ന് അവളെ ആഹാരം കഴിപ്പിച്ചില്ലെങ്കിൽ പോരെ? ഞാൻ വരാം. ആഹാരം കഴിച്ചു കഴിഞ്ഞാ അവൾ ഉറങ്ങുന്നവരെ ഇരിക്കൂ. അവൾ ഉണരുമ്പോ താരാട്ട് പാടൂ. അവളോട് പോയി ഐ ലവ് യു പറയൂ എന്നൊക്കെ പറഞ്ഞാ അത് നടക്കില്ല. ഇല്ലില്ല, അങ്ങനെയൊന്നും പറയില്ല. നീ വാ വാ വാ. ഞാനെന്താ കാറിനടുത്തേക്ക് വരണോ? കാർ ഇങ്ങോട്ട് വരില്ലേ? വരും. മോളെ, മഹി, സീതേ, മോള് വല്ലതും കഴിച്ചോ? ഇല്ല. ആന്റി, ഇനി നിങ്ങൾ ആരും വിഷമിക്കണ്ട. പോയി ആഹാരം എടുത്തോണ്ട് വാ, ഞാൻ കൊടുത്തോളാം. മഹി, മഹി. എന്താ മഹി ആഹാരം കഴിക്കാത്ത? എന്താ കൊച്ചു കുട്ടികളെ പോലെ? നിന്നെ ലാളിച്ച് വഷളാക്കിയതാ. കഴിക്കി. നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? മഹി, എന്നെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോന്ന്? പ്രേമിക്കുന്നു പറ. ആഹാരം കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നും പറഞ്ഞേക്കടാ നീ. അവള് കഴിക്കട്ടാ, പറഞ്ഞേക്ക്. ശരി, എന്റെ മനസ്സിലുള്ള ഞാൻ പറയാൻ പോവാ. മഹി, സത്യം പറയട്ടെ, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാ, എന്റെ ജീവന. പക്ഷെ നിന്റെ അച്ഛനെ എനിക്ക് പേടിയാ. മോനെ, നീ എന്തിനാടാ എന്നെ പേടിക്കുന്നത്? നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ? എന്റെ മോൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാടാ? അല്ലേ മോളെ? ഒന്നും ചെയ്യില്ല. എന്നാ ഞങ്ങൾ പ്രേമിച്ചോട്ടെ. മഹി, നിന്നെ പ്രേമിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വല്ലാതെ വിഷമിപ്പിച്ചു. ഐ എം വെരി സോറി. ഐ റിയലി ലവ് യു. സത്യമായിട്ട് നിന്റെ അച്ഛനാണ് സത്യം. എന്താണ് ശബ്ദം കേൾക്കുന്നത്? മോള് ബണ്ണിയുടെ കളിക്കുന്നതാ. വിശേഷം തിരക്കാൻ വന്നിരിക്കുന്നു. എന്നെ അങ്ങ് കൊല്ല്. ശരിക്കും നിന്റെ അല്ലേ എന്റെ കണ്ണാ പൊട്ടേണ്ടിരുന്നത്. ഇത് ഞാൻ എങ്ങനെ കണ്ടോണ്ടിരിക്കൂടാ? നിന്നെ അവിടെ നിൽക്കാൻ.
അണ്ണാ അവര് കളിക്കുന്ന ഇഷ്ടപ്പെട്ടില്ല അണ്ണാ. ഏത് തന്തയ്ക്കാടാ ഇഷ്ടപ്പെടുന്നത്? പിന്നെന്തിനാ അവനെ വിളിച്ചോണ്ട് വന്നത്? അവള് ചാവൂന്ന് പറഞ്ഞ് നീയും കേട്ടല്ലടാ. ഓ, എന്നൊരു കാര്യം ചെയ്യണ. ആ, അണ്ണൻ ചാക. എന്താ പറഞ്ഞത്? ചാകുക എന്ന് പറഞ്ഞാൽ ശരിക്കും ചാകാനല്ലണ്ണ. ഒരു വ്യാജ പോയിസൺ കഴിച്ച് ചാകുന്ന് പറഞ്ഞ് മോളെ വരട്ടെ, അവളുടെ മനസ്സ് മാറിക്കോളും. എങ്ങനെ എങ്ങനെ? എന്താ അന്ന് അണ്ണനും സാധനങ്ങൾ ഉടച്ചപ്പോ മോള് നിർത്തിയില്ലേ? ഇതും അതുപോലെ തന്നെ. അങ്കിൾ വന്നോ? എന്താ മോനെ? താങ്ക് യു സോ മച്ച്. എനിക്ക് മഹിയെ വലിയ ഇഷ്ടമാ. പക്ഷെ അങ്കിൾ എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ ആ പേടിയെല്ലാം പോയി. ഞാൻ സ്നേഹിച്ച പെണ്ണ് എനിക്ക് കിട്ടാൻ പോകുന്നു. ഐ ആം സോ ലക്കി. ഓക്കെ അങ്കിൾ, ഞാൻ നാളെ വരാം. ഓക്കെ ബൈ. അണ്ണാ, നമ്മള് പ്ലാൻ ചെയ്ത വല്ല അവൻ കേട്ടാ? എന്താ അങ്കിൾ? ഒന്നുമില്ല ബിസിനസ് കാര്യം പറഞ്ഞതാ. ഓ, ബിസിനസ്. ഓക്കെ ബൈ അങ്കിൾ. ബൈ. അണ്ണാ, ഇപ്പൊ പോയല്ലോ അല്ലേ? പോയടാ. കണ്ണില്ലാത്തോണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് അണ്ണാ. എന്ന ജന്മനെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ സൗണ്ട് കേട്ട് അഡ്ജസ്റ്റ് ആയിരുന്നു. നിർത്തുന്നുണ്ടോ നിന്റെ ഒരു പുരാണം? ആ വ്യാജ പോയിസൺ എവിടെ കിട്ടുമെന്ന് വെച്ചാ പോയി കൊണ്ടുവാ. ശരി. എന്താ ഡാഡി ഇങ്ങനെ നോക്കുന്നത്? നീ അവനെ മറക്കണം. അതെന്താ ഡാഡി? ഇതിനു മുൻപെല്ലാം സമ്മതിച്ചതല്ലേ? അപ്പ സമ്മതിച്ചെങ്കിലും ഇപ്പൊ വേണ്ടെന്ന് തോന്നുന്നു. സോറി ഡാഡി. ഡാഡിയെ പോലെ എപ്പോഴും എപ്പോഴും വാക്ക് മാറ്റി പറയാൻ എനിക്ക് പറ്റില്ല. ആദ്യം ഈ പിടിവാശിയ കളയേണ്ടത്. ഞാൻ നിന്റെ ശത്രുവല്ല മോളെ, സ്വന്തം അച്ഛനാ. ഞാൻ എന്തിനാ ഇത് പറയുന്നത് നീ ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിക്കേ. ആലോചിച്ചിട്ട് തന്നെയാ. സ്നേഹം ബുദ്ധിയിൽ നിന്നുണ്ടാകേണ്ടതല്ല ഡാഡി, ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടത്. സ്നേഹത്തെ കുറിച്ചൊന്നും നീ ഇങ്ങനെ വലിയ ആൾക്കാരെ പോലെ സംസാരിക്കണ്ട. നീ കൊച്ചുകുട്ടിയാ, ആ രീതിയിലേ സംസാരിക്കാവൂ. അവനെ അങ്ങ് മറന്നേക്ക. ബണ്ണിയെ മറക്കണമെങ്കിൽ ഞാൻ മരിച്ചു പോണം. അത് വേണ്ട മോളെ, ഞാൻ തന്നെ മരിച്ചേക്കാം. എന്റെ വാക്കിന് വിലയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? അവനെ മറക്കാവുന്ന നീ എനിക്ക് പ്രോമിസ് ചെയ്യേ, ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് ചാവും. നീ അവനെ മറക്കാവുന്ന ആദ്യം എനിക്ക് പ്രോമിസ് ചെയ്യേ. എന്താ അങ്കിൾ? എന്താ മഹി? എന്ത് പറ്റി? അദ്ദേഹം പോയിസൺ കഴിച്ചു പണി ഹോസ്പിറ്റലിൽ പോകുന്നിട്ട് വരുന്നില്ല. ആന്റി വേഗം പോയി ആംബുലൻസിന് ഫോൺ ചെയ്യും. അവിടെ നിക്കടാ, നിനക്കൊരു ബാഡ് ന്യൂസ്. അല്പസമയത്തിനുള്ളിൽ നിന്നെ എന്റെ മകളിൽ നകറ്റി പട്ടിയെ കൊല്ലും പോലെ കൊല്ലും ഞാൻ. നിങ്ങൾക്ക് ആ ബാഡ് ന്യൂസ്. നിങ്ങൾ ഇപ്പൊ പരലോകത്തേക്ക് പോകാൻ പോവാ. കുടിച്ചതേ ഡമ്മി പോയിസൺ അല്ല, ശരിക്കും പോയിസണാ. ബോട്ടിൽ മാറ്റിയത് ഞാനാ. കണ്ടില്ലേ ഡാഡി, ബണ്ണിയെ മറക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബണ്ണി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു ഡാഡി? എടാ സത്യ, ഡമ്മി പോയിസൺ കഴിക്കാൻ പറഞ്ഞിട്ട് ഒറിജിനൽ കഴിച്ചിരിക്കുന്നു. വിവരം കേട്ടവ. ഞാൻ സത്യനല്ല, ബണ്ണി. നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സ്. ആരും വന്നിരിക്കല്ലേ, കണ്ണു കാണാത്തൊരു പാവാണേ. ആന്റി, കുറച്ചേരൊന്ന് പുറത്തിരിക്കാവോ? എനിക്ക് അങ്ങളോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. മഹി, നീ കുടിച്ചില്ല? എന്താ അങ്കിൾ, എങ്ങനെയുണ്ട്? നിനക്ക് മതിയായില്ലടാ, അങ്ങനെയൊന്നും ചാവില്ല ഞാൻ. ഞാനൊരു സത്യം പറയട്ടെ. അങ്കിൾ കഴിച്ച പോയിസൺ ഒറിജിനൽ അല്ല, ഡമ്മി ആയിരുന്നു. ദാ നോക്ക്, നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ ഞാൻ അതിബുദ്ധിമാനാ. നിങ്ങൾ കില്ലാടിയാണെങ്കിൽ ഞാൻ ജഗ കില്ലാടിയാ. നിങ്ങൾ പോക്കരിയാണെങ്കിൽ ഞാൻ ഉഗ്രം പോക്കരിയാ. അതുകൊണ്ട് കൂടുതൽ വേലത്തിനൊന്നും എന്നെ അടുത്തിറക്കാൻ നോക്കണ്ട. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും മോളെ എന്നെ ഏൽപ്പിക്കേ, ലാവിഷായി നോക്കിക്കോളാം. അതൊന്നുകൂടെ പറഞ്ഞേ. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും മോളെ എന്നെ ഏൽപ്പിക്കേ, ലാവിഷായി നോക്കിക്കൊള്ളാമെന്ന്. ഓക്കെ, ഞാൻ തോറ്റിരിക്കുന്നു. ഒക്കെ സമ്മതിച്ചിരിക്കുന്നു. എത്രയും വേഗം മുഹൂർത്തം കുറിക്കാം. അങ്കിൾ, ഞാൻ ഷൂ ഇടുമ്പോഴെല്ലാം ഓർക്കാറുണ്ട്, ഈ കാല് കഴുകാൻ പോകുന്ന ലക്കി ഫെല്ലോ ആരാന്ന്. ആ ചാൻസ് അങ്കിളിന് കിട്ടി. അതിരിക്കട്ടെ, സ്ത്രീധനമായിട്ട് നിനക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും വേണം. എന്റെ കാലശേഷം എല്ലാം നിനക്കുള്ളതല്ലേ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വത്തുക്കൾ വേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണം. എന്റെ മോളേക്കാൾ വലുത് നിനക്ക് സ്വത്തുക്കളാണോ? നിങ്ങൾ വളച്ചുകൂറ്റൊന്നും വേണ്ട, വേണമെങ്കിൽ മതി. ശരി, ഡോക്യുമെന്റ്സ് റെഡിയാക്കിയിട്ട് ഞാൻ അറിയിക്കാം. പൊയ്ക്കോ. താങ്ക്സ്. കേട്ടല്ലോ, ഞാൻ മരിക്കാൻ തുടങ്ങിയിട്ട് പോലും എന്റെ മോളുടെ മനസ്സ് മാറിയില്ല.
അവനെ മറക്കാവുന്ന ഒരു വാക്ക്, അങ്ങനൊരു വാക്ക് ഇനിയെങ്കിലും എന്റെ മോൾക്ക് എന്നോട് പറഞ്ഞൂടെ? പറഞ്ഞു കൊടുത്തേ. അവനെ എനിക്ക് വേണ്ട ഡാഡി. വണ്ടി എടുക്കടാ. കണ്ടില്ലേ മമ്മി, ഞാൻ എത്ര സ്നേഹിച്ചത് അവനെ. പക്ഷെ അവൻ എന്റെ സ്വത്തുക്കളെ മാത്രമല്ല സ്നേഹിച്ചത്. അവനെ ഞാൻ അത്രയേറെ സ്നേഹിച്ചതുകൊണ്ടല്ലേ എന്റെ ഡാഡി പോലും തള്ളി പറയേണ്ടി വന്നത്. അമ്മ എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം തുറന്നു പറയേണ്ടി വരും. നിനക്കെന്റെ സ്വത്തുക്കൾ വേണോ അല്ലേ? പട്ടിയെ കൊല്ലുന്ന പോലെ നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. അവനെ നീ വെറുക്കുന്നതിന് മുമ്പ് ഇനിയെങ്കിലും അവൻ ആരാണെന്ന് നീ അറിയണം. നിന്നെ കുറിച്ച് എല്ലാം അറിയേണ്ട കാര്യം എനിക്കെന്താടാ? നിങ്ങളത് അറിയണം. ഒരു നിമിഷം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. അപ്പോ നീ രാജരാമവർമ്മയുടെ മകൻ. അവൻ നിന്റെ കോളേജിൽ ചേരാൻ കാരണം ഞാനാ. നിന്നെ പ്രേമിക്കാൻ കാരണവും ഞാനാ. അവനെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം ഞാനാ. അവൻ സ്വത്തുക്കൾ ചോദിച്ചത് അവൻ അനുഭവിക്കാൻ വേണ്ടിട്ടല്ല, എന്റെ ചേട്ടന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാ, അത് നേടാൻ വേണ്ടിയാ. നമ്മൾ കഴിക്കുന്ന ആഹാരം അവന്റെയാ, സഞ്ചരിക്കുന്ന കാർ അവന്റെയാ. എന്തിന്? നിന്റെ അച്ഛൻ ശ്വസിക്കുന്ന ശ്വാസം പോലും എന്റെ ഏട്ടൻ കൊടുത്ത ഭിക്ഷയാ. അവൻ എന്റെ ഏട്ടന്റെ മോനാ, സിംഹക്കുട്ടിയാ.
ഒരെണ്ണ ഇട്ട് തന്നാണല്ലോ, രണ്ടാമതൊന്നും വേണ്ടി വരില്ല. ഇന്നിപ്പോ ഞാനും അന്നെന്റെ അച്ഛനും നിങ്ങളെ വെറുതെ വിട്ടത് ഒരേ ഒരു കാരണം കൊണ്ടാ. നിങ്ങൾ എന്റെ ആന്റിയുടെ കഴുത്തിൽ താലി കെട്ടിപ്പോയതുകൊണ്ട് മാത്രം. ഇല്ലായിരുന്നെങ്കിൽ തന്റെ ഈ തല എന്റെ അച്ഛനെ എടുക്കാതെ വിട്ടെങ്കിലും ഇന്നിപ്പോ ഞാനെങ്കിലും അർത്ഥം മുറിച്ചെടുത്തേനെ. പോടാ. ദോ, നോക്ക്, വരുന്ന 21-ാം തീയതി രഥോത്സവത്തിന്റെ അന്ന് തന്റെ മോളെ ഒരു കല്യാണ പെണ്ണാക്കി ഒരുക്കി താൻ ചോളവാരത്തേക്ക് കൊണ്ടുവന്നിരിക്കണം. എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലാക്കിയ ശേഷം ആ ദിവസം എന്റെ അച്ഛന്റെ ലക്ഷ്യം നിറവേറിയിരിക്കണം. നടക്കാതെ പോയാൽ ഞാൻ എന്റെ അച്ഛനെ പോലെ ഒരിക്കൽ കൂടെ ക്ഷമിക്കില്ലെന്ന് നീ ഓർത്തോ. മോളെ മഹി, ഓ സീതേ, മോളെവിടെ? അവൾ ബണ്ണിയെ കാണാൻ പോയി. സോറി ബണ്ണി, ഞാൻ ഒന്നും അറിയാതെ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. ഐ എം റിയലി സോറി. സ്നേഹത്തിനിടയിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായി പിന്നീട് തിരിച്ചറിയുകയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂടും. ബണ്ണി, എന്തിനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? ആ, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാ. ഡാ, നീ അന്ന് കൊന്നത് രാജരാമവർമ്മയുടെ മകനെയല്ല, രാമചന്ദ്രന്റെ മകനെയാ. ഓഹോ, അതിന്? ഓ, അതിന്? ഓ, അവൻ എത്ര സിമ്പിൾ ആയിട്ടാ ചോദിക്കുന്നത് കണ്ടില്ലടാ. കണ്ണില്ലാതെ എങ്ങനെ കാണാനണ്ണ? ഓ, ഇവനെ ഇന്ന് ഞാൻ അതിനിങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? ഇപ്പൊ അവൻ എങ്ങ് കൊന്നാ പോരെ? പറഞ്ഞപ്പോ അങ്ങ് തീർന്നു. അവനിപ്പോ വെറും കൊച്ചു പയ്യനല്ല, 6 അടി ഉയരമുള്ള ആറ്റം ബോംബാ. ഓ, അവന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ എന്റെ തല പെരുക്കുക. അവനത്ര നിസ്സാരക്കാരൊന്നും അല്ലടോ. ഞാനും അത്ര നിസ്സാരക്കാരനൊന്നും അല്ലല്ലോ. ആ, എന്നാ ചെന്ന് കൊല്ല്. അത് കഴിഞ്ഞ് എന്നെ ഒന്ന് കാണ. ഇത്ര കാലവും നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചെരുപ്പിന് സമമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. എന്താ അത്? നിങ്ങളുടെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. നീ 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 നിന്റെ മകൻ എന്റെ മകളെയോ? അത് തന്നെയാ പറഞ്ഞത്. നിങ്ങൾക്കിതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലടാ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാലേ ഞാൻ അവനെ കൊല്ലൂ. അണ്ണ, ബണ്ണിയെ കുറിച്ചൊന്നും അറിഞ്ഞൂടാത്തോണ്ട് അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. കൊല്ലുന്നത് അവനായിരിക്കും. Shut up. നിങ്ങൾ പറ, എന്തു ചെയ്യണം? എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? എന്റെ ഈ സ്നേഹത്തെ ശത്രുതയാക്കി മാറ്റുന്നതിനേക്കാൾ ബന്ധുത്വമാക്കി മാറ്റുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത്?